നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാംസ് വെൻ ദ ഫോളോവർ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. സോ നമ്മുടെ ക്യാം ഫോളോവർ ആ ഒരു ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫോളോവർ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ അങ്ങനെ ആ ഫോളോവറിൻ്റെ മോഷൻസ് തന്നെ 4 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. 4 ടൈപ്പ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, സൈക്ലോയിഡൽ മോഷൻ. സോ ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഫോളോവർ മോഷൻ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ഇനി പഠിക്കാൻ പോകുന്നത് ഫോളോവർ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ഫോളോവർ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാംസ് വെൻ ദ ഫോളോവർ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി. സോ നമ്മൾ അതിൻ്റെ ഒരു ക്യാമും ഫോളോവർ കോമ്പിനേഷൻസ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഫോളോവറിൻ്റെ മോഷൻ യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഡയഗ്രാം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കാണുന്നത്. സോ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റും എക്സ് ആക്സിസിൽ ആംഗിൾ ക്യാമിൻ്റെ റൊട്ടേഷനുമാണ് മാർക്ക് ചെയ്യുന്നത്. ഈ വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോളോവറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ എക്സ് ആക്സിസിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമിൻ്റെ റൊട്ടേഷനാണ്. സോ എക്സ് ആക്സിസിൽ ക്യാമിൻ്റെ റൊട്ടേഷൻ മാർക്ക് ചെയ്യുന്നു, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നു. സിമിലർലി ഹിയർ ഇൻ വൈ ആക്സിസ് വി ആർ indicating the velocity and in x axis we are indicating the angular ക്യാമിൻ്റെ റൊട്ടേഷനാണ് എക്സ് ആക്സിസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആക്സിലറേഷൻ ആണ് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇൻ വൈ ആക്സിസ് വി വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ആക്സിലറേഷൻ ആൻഡ് ഇൻ എക്സ് ആക്സിസ് വി വിൽ ബി ഇൻഡിക്കേറ്റിംഗ് ദ ക്യാം റൊട്ടേഷൻ. സോ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ 3 കാര്യങ്ങൾ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാംസ് വെൻ എ നൈഫ് എഡ്ജ് ഫോളോവർ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആർ ഷോൺ ഇൻ ഫിഗർ എ, ബി ആൻഡ് സി. സോ ഇത് പറയുന്നത് ഒരു നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ ഒരു മോഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റോളർ ഫോളോവറല്ല, നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു നൈഫ് എഡ്ജ് ഫോളോവറിൽ യൂണിഫോം വെലോസിറ്റിനെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. The abscissa or the base represents the time or the ordinate represents the displacement or velocity or acceleration of the follower. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആബ്സിസയിൽ ക്യാം റൊട്ടേഷൻ എത്ര ആംഗിളിലാണ് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളെയാണ് ഓർഡിനേറ്റ് എന്ന് വെച്ചാൽ വൈ ആക്സിസ് ആണ് നോർമലി ഓർഡിനേറ്റ് ആയിട്ട് വരുന്നത്. Since the follower moves with uniform velocity during its rise and return stroke, therefore the slope of the displacement curve must be a constant. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ കണ്ടോ, സ്ലോപ്പ്, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിലെ ഈ ഒരു സ്ലോപ്പ് ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ് അല്ലേ. അതുപോലെ തന്നെ ഈ സ്ലോപ്പ് ഉണ്ട്, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ഇത് യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലോപ്പ് നമുക്ക് കിട്ടുന്നത്. സോ ഇതെങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യൂണിഫോം വെലോസിറ്റിയിലാവുമ്പോഴത്തേക്കും നോർമലി നിങ്ങൾക്കറിയാം, നോർമലി ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പം ഫോളോവർ മുകളിലോട്ടും താഴോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. സോ ഈ ഫോളോവറിൻ്റെ മോഷൻ തുടങ്ങുന്നത് ഈ എ എന്നുള്ള പോയിൻറ്റും ഈ ഫോളോവറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ്. ഫോളോവറിൻ്റെ ഈ നൈഫ് എഡ്ജും ഈ എയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് ഫോളോവർ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫോളോവറിൻ്റെ മുകളിലോട്ടുള്ള മോഷനെ നമ്മൾ ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. സോ വെൻ ദ ക്യാം റൊട്ടേറ്റ്സ് ഫ്രം എ ടു ബി, ക്യാം എയിൽ നിന്ന് ബിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ പയ്യെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ദ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. ഫോളോവർ ഈ ക്യാമിൻ്റെ പൊസിഷൻ എയിൽ നിന്ന് ബിയിലോട്ട് എത്തുമ്പോൾ ഫോളോവർ അതിൻ്റെ മാക്സിമം ഹൈറ്റിലോട്ട് മൂവ് ചെയ്യും. മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിലോട്ട് മൂവ് ചെയ്യും. സോ വെൻ ദ ക്യാം മൂവ്സ് ഫ്രം ആംഗിൾ എ ടു ആംഗിൾ ബി, എ പൊസിഷനിൽ നിന്ന് ബിയിലോട്ട് ക്യാം മൂവ് ചെയ്യുമ്പം ഫോളോവർ ആ ലോവർ പൊസിഷനിൽ നിന്നും ഏറ്റവും ഹയർ ആയിട്ടുള്ള അതിന് മാക്സിമം റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റിലോട്ട് ഫോളോവർ മൂവ് ചെയ്യും. ഓക്കെ, സോ ഈ ക്യാം എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഫോളോവറിന് മാക്സിമം ലിഫ്റ്റ് സംഭവിക്കുന്നു. ഫോളോവർ ഏറ്റവും ലോവർ പൊസിഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു.
ദെൻ ഈ B2C സെഗ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു, അതൊരു ഡുവൽ പീരീഡാണെന്ന് പറഞ്ഞു. കാര്യം ക്യാം റൊട്ടേറ്റ് ചെയ്താലും ഈ ഫോളോവറിന് ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് അത് മാക്സിമം ഹൈറ്റ് നിൽക്കുക, അതിന് പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ല. അപ്പോൾ ആ ഒരു പീരീഡിനാണ് ഡുവൽ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു മോഷനും സംഭവിക്കാത്ത ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫോളോവർ റെസ്റ്റിലായിരിക്കുന്നു എന്ന് വെച്ചാൽ ഫോളോവറിൻ്റെ പൊസിഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് വെലോസിറ്റിയും വരുന്നില്ല. അതുകൊണ്ട് B2Cയിൽ പ്രത്യേകിച്ച് വെലോസിറ്റി ഇൻക്രീസ് ഒന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, ഫോളോവർ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, ഈ നമ്മൾ Y ആക്സിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോളോവറിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫോളോവർ എത്ര ഹൈറ്റിൽ പൊങ്ങുന്നു അതാണ് ഈ Y ആക്സിസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ മാക്സിമം ഹൈറ്റിലെത്തിയ ഫോളോവർ ഈ B2C ആംഗിളിൽ പ്രത്യേകിച്ച് ആ ഫോളോവറിന് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക, അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ടാണ് B2C നമ്മളൊരു കോൺസ്റ്റൻറ്റ് ലൈനായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ആ ഒരു പൊസിഷൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക, അതിന് പ്രത്യേകിച്ച് മുകളിലോട്ടും മൂവ് ചെയ്യുന്നില്ല, താഴോട്ടും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിട്ട് നിൽക്കുകയാണ്. B2C കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മൂവ് ചെയ്യുന്നത് C2D പൊസിഷനിലാണ്. C2D പൊസിഷൻ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് ഉയരത്തിൽ ഏറ്റവും മാക്സിമം ലിഫ്റ്റിൽ നിന്ന ഫോളോവർ പയ്യെ താഴോട്ടിറങ്ങാൻ തുടങ്ങും. അതാണ് ഈ C2D പോർഷനിൽ നടക്കുന്നത്. അപ്പം ഏറ്റവും ഹൈറ്റിൽ നിന്നിരുന്ന ഫോളോവർ പയ്യെ താഴോട്ടിറങ്ങാൻ തുടങ്ങും. അതാണ് ഇങ്ങനെ സിയിൽ നിന്ന് താഴോട്ട് ഈ D ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിൽ നമ്മളിത് വരയ്ക്കുന്നത്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം D2E എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് D2E അല്ല, D2A ആണ്. കണ്ടോ, ഫസ്റ്റ് സെഗ്മെൻറ്റ് നോക്കിക്കേ, എ ബി വരച്ചു. അത് കഴിഞ്ഞ് ബി സി വരച്ചു. പിന്നെ സി ഡി വരച്ചു. അതിനുശേഷം DA ആണ്. ഈ D തൊട്ട് ഇക്ക് പകരം ഇവിടെ A ആണ് ശരിക്കും വരേണ്ടത്. സോ ഈ DA പൊസിഷനിലും പ്രത്യേകിച്ച് ഈ ഡിയിൽ നിന്നും എയിലോട്ട് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൊസിഷൻ ക്യാമുമായിട്ട് കോണ്ടാക്റ്റ്, ക്യാമിൻ്റെ ഈ പൊസിഷൻ D തൊട്ട് A വരെയുള്ള ഈ ഒരു പോർഷൻ ഈ ഫോളോവറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഫോളോവറിന് പ്രത്യേകിച്ച് ഒരു ലിഫ്റ്റും തന്നെ സംഭവിക്കുന്നില്ല. ഫോളോവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കത്തുള്ളൂ. ഫോളോവറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു മാറ്റവും വരുന്നില്ല. ഫോളോവർ ഈ D തൊട്ട് A വരെയുള്ള ആ റൊട്ടേഷൻ്റെ സമയത്ത് ഈ ഒരു പോർഷൻ നമ്മുടെ ഫോളോവറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് അവിടെ ഫോളോവർ സ്റ്റേഷനറി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ നമ്മളൊരു ഏറ്റവും ലോവറായിട്ടോ ഒരു ലൈനായിട്ട് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇതിലെ ആ സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഈ AB1 എന്ന് പറയുന്നത് റൈസാണ്. റൈസ് എന്ന് വെച്ചാൽ ഫോളോവർ മുകളിലോട്ട് ഉയരുന്ന സമയം, അതിനെയാണ് റൈസ് എന്ന് പറയുന്നത്. ഫോളോവറിന് പ്രത്യേകിച്ച് മോഷൻ ഒന്നും തന്നെ വരാത്ത സമയം, അതിനെയാണ് ഡുവൽ പീരീഡ് എന്ന് പറയുന്നത്. ഫോളോവർ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു പൊസിഷനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ റിട്ടേൺ കഴിഞ്ഞും വേറൊരു ഡുവൽ പീരീഡ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ വെലോസിറ്റി ഡയഗ്രം വരുന്നുണ്ട്. വെലോസിറ്റി ഡയഗ്രം നമ്മൾ നോക്കുന്നത്, സോ നമുക്ക് വെലോസിറ്റി ഡയഗ്രം നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, എ തൊട്ട് B1 വരെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോളോവർ റൈസ് ചെയ്യുന്നത് അത് ആ ഫോളോവർ താഴെ ഇരുന്ന ഫോളോവർ മുകളിലോട്ട് ലിഫ്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിൽ സംഭവിക്കുന്ന വെലോസിറ്റി നമ്മൾ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ A തൊട്ട് B വരെ മൂവ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഫോളോവറിന് മോഷൻ സംഭവിക്കുന്നത്, ഫോളോവർ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് ആ ഒരു സമയത്തുള്ള വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. കാര്യം നമ്മുടെ യൂണിഫോം വെലോസിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ A തൊട്ട് B വരെ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഫോളോവർ ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് A തൊട്ട് B വരെയുള്ള ആ ഒരു സമയത്തെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. A എന്നുള്ള ആ പോയിൻറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു വെലോസിറ്റി ഇൻക്രീസ് ആണ് വരുന്നത്. ഒരു സ്റ്റേഷനറി ആയിട്ടിരുന്നൊരു സാധനം പയ്യാണ്. ഇപ്പം എന്ന് വെച്ചാൽ ആ ഒരു A എന്നുള്ള പൊസിഷൻ, എയുടെ സ്റ്റാർട്ടിങ്ങിൽ എക്ക് തൊട്ട് മുന്നേ അത് സ്റ്റേഷനറി ആയിട്ടിരുന്നത്. A എന്നുള്ള സമയത്താണ്, A തൊട്ട് B വരെയുള്ള സമയത്താണ് ഫോളോവർ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. സോ ആ ഒരു സമയത്ത് പെട്ടെന്ന് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആയി അത് പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിട്ട് മൂവ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി,
പെട്ടെന്ന് സ്റ്റേഷനറി ഇരുന്ന സാധനം അതിന് പെട്ടെന്നാണ് വെലോസിറ്റി നിമിഷ നേരം കൊണ്ടാണ് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പിന്നെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുക. സോ എ തൊട്ട് ബി വരെയുള്ള സമയത്ത് ഒരു കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലാണ് നമ്മുടെ ഫോളോവർ മൂവ് ചെയ്യുന്നത്. അതിനുശേഷം B1 to C1 സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു ഫോളോവറിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഫോളോവർ സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റി ഇല്ലാത്തതായിട്ട് വെലോസിറ്റി 0 ആയിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം സംഭവിക്കുന്നത് C1 തൊട്ട് D വരെയുള്ള മോഷൻ്റെ സമയത്ത് മുകളിലിരുന്ന മാക്സിമം ലിഫ്റ്റിൽ വന്ന ഫോളോവർ പിന്നെ താഴോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. സോ അതൊരു നെഗറ്റീവ് ഡയറക്ഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെലോസിറ്റി നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. C1 തൊട്ട് D വരെയുള്ള സമയത്ത് നമുക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ആ ഒരു ഫോളോവർ താഴോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് വെലോസിറ്റി നമ്മൾ ഈ രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഡെവൽ പീരീഡ് ആണ് വരുന്നത്. ഡെവൽ പീരീഡിലും പ്രത്യേകിച്ച് ഈ ഫോളോവറിന് ഒരു മോഷന് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു വെലോസിറ്റി 0 ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. പിന്നെ ആക്സിലറേഷൻ ഡയഗ്രാമാണ്. ആക്സിലറേഷൻ ഡയഗ്രാം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ, സ്റ്റാർട്ടിങ് ഈ A തൊട്ട് B1 വരെയുള്ള സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഇൻഫിനിറ്റി ആയിട്ടാണ് ആക്സിലറേഷൻ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇൻഫിനിറ്റി കാണിക്കുന്നത്. അടുത്ത ആക്സിലറേഷൻ കാണിക്കുന്നത് ഈ കണ്ടോ B1 പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് അടുത്ത നെഗറ്റീവ് ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ താഴോട്ട് ആക്സിലറേഷൻ കാണിക്കുന്നു. പിന്നെ അടുത്ത ആക്സിലറേഷൻ കണ്ടോ, ഈ ഒരു പൊസിഷൻ C1 ചെയ്യുമ്പോൾ അടുത്ത ആക്സിലറേഷൻ താഴോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്തത് ഈ D പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആക്സിലറേഷൻ മുകളിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ ആക്സിലറേഷൻ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം, ഇൻഫിനിറ്റി ആയിട്ട് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ദ ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഓഫ് ദ ഫോളോവർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്ട്രോക്ക് ഈസ് ഇൻഫിനിറ്റ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ ഫോളോവർ ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ റെസ്റ്റ് ആൻഡ് ഹാസ് ഗെയിൻഡ് എ വെലോസിറ്റി വിതിൻ നോ ടൈം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, A എന്നുള്ള പൊസിഷൻ ആയിരുന്നപ്പം ഫോളോവർ A ആയിരുന്നപ്പോൾ ഫോളോവർ റെസ്റ്റിലായിരുന്നത്. പിന്നെ അത് A to B1 മൂവ് ചെയ്ത സമയത്ത് അത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, പെട്ടെന്ന് 0 സമയത്ത് പെട്ടെന്ന് വെലോസിറ്റി ഷൂട്ട് ഔട്ട് ആവുക ചെയ്യുന്നത്. Aയിലെ വെലോസിറ്റി പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ട് പെട്ടെന്ന് ഒരു മാക്സിമം പൊസിഷനിലെത്തി. പിന്നെ ആ പൊസിഷൻ അങ്ങ് റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ടൈമാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, വെലോസിറ്റിക്ക് ഈ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മതി, വെലോസിറ്റി 0 നിന്ന് പെട്ടെന്നാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു ഹൈ ഇൻക്രീസ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു സമയത്ത് പെട്ടെന്നൊരു സഡൻ ഇൻക്രീസ് ആണ് വെലോസിറ്റിയിൽ വരുന്നത്. അപ്പം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹൈ ആക്സിലറേഷൻ ആയിരിക്കും വരുന്നത്. ആ ഹൈ ആക്സിലറേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു സഡൻ ഇൻക്രീസ് ഇൻ ആക്സിലറേഷനാണ് വരുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ, നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ, വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആക്സിലറേഷനും ആ ഒരു ഡയറക്ഷൻ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ, ആക്സിലറേഷൻ്റെ വാല്യൂ ഒരു ഹൈ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത ആക്സിലറേഷൻ നമ്മൾ ഇങ്ങോട്ട് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ആക്സിലറേഷൻ കാണിക്കുന്നു. അതങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ പോയിൻ്റ് B1 നോക്കിക്കോ. ഈ B1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒരു വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ വാല്യൂവിൽ നിന്ന് വെലോസിറ്റി പെട്ടെന്ന് അത് 0 വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇതിൻ്റെ വെലോസിറ്റിക്ക് ഒരു അബ്രപ്റ്റ് ചേഞ്ചാണ് ഈ പോയിൻ്റ് B1 വരുന്നത്. പോയിൻ്റ് B1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ഈ പോയിൻ്റ്. സോ ഇവിടെ നോക്കിയാൽ മതി, ഒരു വെലോസിറ്റി ഒരു വാല്യൂ ഉണ്ടായിരുന്ന വെലോസിറ്റി പെട്ടെന്ന് അത് 0 വരിക. സോ പെട്ടെന്ന് ഒരു വെലോസിറ്റി, നല്ല റീഡിംഗ് ഉണ്ടായിരുന്ന ഒരു വെലോസിറ്റി പെട്ടെന്ന് അതിൻ്റെ വാല്യൂ കുറയുക. അതുകൊണ്ടാണത് താഴത്തെ ഡയറക്ഷനിലോട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സിൻസ് ദ വെലോസിറ്റി ചേഞ്ചസ് അബ്രപ്റ്റ്ലി. ഈ പോയിൻ്റ് B1 നിങ്ങൾക്ക് നോക്കിയാൽ മതി, വെലോസിറ്റി പെട്ടെന്നാണ് കുറയുന്നത്. ഒരു നിമിഷം നേരം കൊണ്ട് പെട്ടെന്ന് അത് 0 വരിക. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് ആക്സിലറേഷൻ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ B1 തൊട്ട് C1 വരെ അത് പ്രത്യേകിച്ച് വെലോസിറ്റി ഒന്നും തന്നെ ഇല്ല, 0 നിൽക്കുമായിരുന്നു. ഓക്കെ, അതിനുശേഷം C1 തൊട്ട് D വരെയുള്ള പൊസിഷനിൽ പയ്യെ എന്തുവാ, ആ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്നിരുന്ന സാധനം, ആ ഒരു ഹൈ ലിഫ്റ്റിൽ നിന്നിരുന്ന സാധനം പയ്യെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുക അല്ലേ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടോ, 0 വെലോസിറ്റി, ഇത് നമ്മൾ ആക്സിലെ വെലോസിറ്റി, താഴോട്ടുള്ള വെലോസിറ്റി നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, 0 വെലോസിറ്റി പയ്യെ അതിൻ്റെ വെലോസിറ്റി പെട്ടെന്ന്, എന്ന് വെച്ചാൽ ഒരു നിമിഷം നേരം കൊണ്ട് അതിൻ്റെ വെലോസിറ്റി ഇത്രയായി. C1 പൊസിഷൻ, ഈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ കർസർ വെച്ചിരിക്കുന്ന പൊസിഷനാണ് C1. സോ 0 വെലോസിറ്റി പെട്ടെന്ന് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ഇൻക്രീസ് ചെയ്തു. സോ അതാണ് ഇവിടെ
ആക്സിലറേഷൻ ഇൻഫിനിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേഷനറി ആയിട്ടിരുന്ന സാധനം പെട്ടെന്ന് താഴോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. പെട്ടെന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയും പെട്ടെന്ന് ഷൂട്ട് ഔട്ട് ആവുക ചെയ്യുന്നത്. സോ അതുകൊണ്ട് വെലോസിറ്റി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആക്സിലറേഷൻ ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെ D1 പൊസിഷനിലെത്തുമ്പം ഈ ഫോളോവർ C1 തൊട്ട് D1 വരെയുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഫോളോവർ ഉയരത്തിയിരുന്ന ഫോളോവർ പയ്യെ താഴോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ആ ഒരു സമയത്ത് D വരെയുള്ള പൊസിഷൻ്റെ സമയത്ത് അതിന് വെലോസിറ്റി ഉണ്ട്. അതിനുശേഷം അത് നിൽക്കുവാണ്. പിന്നെ ആ ഫോളോവറിന് പ്രത്യേകിച്ച് മോഷനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി തീർന്നപ്പം ഈ D1 നിങ്ങൾ നോക്കിയാൽ മതി, നെഗറ്റീവ് ഡയറക്ഷനിലുണ്ടായിരുന്ന വെലോസിറ്റി പിന്നെ പെട്ടെന്ന് അത് 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ സഡൻ ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ സഡൻ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ഇവിടെ ഇൻഫിനിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ ഫോളോവറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്നും നമ്മളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടെത്താൻ പോവുകയാണ്. സോ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഓൾറെഡി നമ്മുടെ ഫോളോവറിനുണ്ടാകുന്ന മാക്സിമം ലിഫ്റ്റാണ് ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ അത് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നമുക്കറിയാം, ഇതിൻ്റെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫോളോവറിൻ്റെ മാക്സിമം ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഫോളോവർ മാക്സിമം മൂവ് ചെയ്യുന്ന ഹൈറ്റ്, അതാണ് ഈ എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫോളോവർ ഇനിഷ്യലി എയിലായിരുന്നു, എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു മോഷനും ഇല്ലായിരുന്നു. പിന്നെ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ മുകളിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഫോളോവർ മൂവ് ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസാണ് ഈ എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എക്സ് ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ. വൈ ഇൻഡിക്കേറ്റ്സ് ദ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ വെൻ ക്യാം ടേൺസ് ആൻ ആംഗിൾ തീറ്റ ഇൻ ടൈം t. എന്ന് വെച്ചാൽ നമ്മളൊരു y എന്നൊരു പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ ക്യാം തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫോളോവറിനുണ്ടാകുന്ന ലിഫ്റ്റാണ് y എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ഫോളോവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഫോളോവറിനും ലിഫ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഞാൻ ചുമ്മാ സെലക്ട് ചെയ്യുന്നു, തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ സെലക്ട് ചെയ്യുന്നു. ആ തീറ്റ ആംഗിളിലെ ക്യാം റൊട്ടേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഫോളോവറിനുണ്ടായ ലിഫ്റ്റ് y ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ക്യാം. ഈ ക്യാമിന് നമുക്കറിയാം ക്യാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമിൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ലെറ്റ് തീറ്റ എ ബി ദ ആംഗിൾ ടേൺഡ് ബൈ ദ ക്യാം ഡ്യൂറിങ് ദ ഔട്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോളോവർ മുകളിലോട്ട്, ഇനി സ്റ്റേഷനറി പൊസിഷനിൽ നിന്നിരുന്ന ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പറയുന്നവരാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഔട്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ്, എ തൊട്ട് ബി വരെയുള്ള ഈ ഒരു പോർഷനെയാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്. കാര്യം ആ ഒരു സമയത്താണ് താഴെയായിരുന്ന ഫോളോവർ പയ്യെ മുകളിലോട്ട് ലിഫ്റ്റ് ആവാൻ തുടങ്ങിയത്. സോ അതിൻ്റെ ആംഗിളാണ് ഈ എ ടു ബി മൂവ് ചെയ്യാൻ, എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാൻ എടുത്ത ആംഗിളാണ് തീറ്റ എ. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഔട്ട് സ്ട്രോക്ക്. ആൻഡ് ലെറ്റ് തീറ്റ ഈസ് ദ ആംഗിൾ ടേൺഡ് ബൈ ദ ക്യാം ഇൻ ടൈം t. എന്ന് വെച്ചാൽ ഈ വൈ ലിഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ക്യാം മൂവ് ചെയ്ത ആ ആംഗിളാണ് തീറ്റ. മനസ്സിലായല്ലോ? സോ തീറ്റ മൂവ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ വൈ ലിഫ്റ്റ് സംഭവിച്ചത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇത് വെച്ച് നമ്മളതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ്, ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മളൊരു റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എഴുതാം. ഫ്രം ദ ഫിഗർ വി ക്യാൻ റൈറ്റ് എക്സ് ബൈ തീറ്റ എ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, എക്സ് എന്ന് വെച്ചാൽ ലിഫ്റ്റ്, ഫോളോവറിനുണ്ടായ മാക്സിമം ലിഫ്റ്റ്. ഫോളോവറിന് എപ്പോഴാണ് മാക്സിമം ലിഫ്റ്റ് ഉണ്ടായത്? എപ്പോഴാണ്? ഈ എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തപ്പോഴാണ് മാക്സിമം ലിഫ്റ്റ് സംഭവിച്ചത്, അല്ലേ? അപ്പോൾ അത് ബി പൊസിഷനിലെത്തിയപ്പോഴാണ് ഫോളോവർ മാക്സിമം ലിഫ്റ്റിലെത്തിയത്. സോ മാക്സിമം ലിഫ്റ്റ് എന്ന് വെച്ചാൽ എക്സ് ആണ്. സോ എക്സ് ഡിവൈഡഡ് ബൈ ആ എക്സിൽ റീച്ച് ചെയ്യാൻ എടുത്ത ആംഗിൾ എന്ന് വെച്ചാൽ അത് തീറ്റയെ. മനസ്സിലായല്ലോ? സോ എക്സ് ബൈ തീറ്റയെ, ഫോളോവറിന് സംഭവിച്ച മാക്സിമം ലിഫ്റ്റ് ഡിവൈഡഡ് ബൈ ആ ലിഫ്റ്റ് സംഭവിക്കാൻ എടുത്ത ആംഗിൾ എക്സ് ബൈ തീറ്റയെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മളിനി ഈ ചെറിയ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈ എന്നൊരു ലിഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഫോളോവറിന് ആ വൈ ലിഫ്റ്റ് ഉണ്ടാകാൻ എടുത്ത ആംഗിൾ തീറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഇതൊരു സിമിലർ ട്രയാങ്കിൾസ് വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, എക്സ് ബൈ തീറ്റയെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൈ ബൈ തീറ്റ എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ?
സോ ഈ രീതിയിൽ നമ്മൾ അതിനെ എഴുതുന്നു. സോ എക്സ് റെപ്രസെൻറ്റ്സ് മാക്സിമം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ആൻഡ് തീറ്റ എ റെപ്രസെൻറ്റ്സ് ദ ആംഗിൾ ടേക്കൺ ടു അറ്റൈൻ ദിസ് ലിഫ്റ്റ്. എന്ന് വെച്ചാൽ എക്സ് ലിഫ്റ്റിൽ എക്സ് ഹൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ, ഫോളോവർ എക്സ് ഹൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ നമ്മുടെ ക്യാം എടുത്ത ആംഗിളാണ് തീറ്റ എ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മളിവിടെ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുന്നു, വൈ ലിഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ക്യാം മൂവ് ചെയ്തതാണ് ഈ തീറ്റ ആംഗിൾ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൈ ബൈ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഫ്രം ദിസ് നമുക്ക് വൈ കണ്ടുപിടിക്കുന്നു. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് വൈ ഈക്വൽ ടു എക്സ് ബൈ തീറ്റ എ ഇൻറ്റു തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഫ്രം ദിസ് നമുക്ക് തീറ്റ നമ്മൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുണ്ട്. തീറ്റ ഈസിക്കൽ ടു ഒമേഗ ടി എന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ആംഗിൾ ഈസിക്കൽ ടു, ഇത് ആംഗിളാണ്, ഇത് ആംഗുലർ വെലോസിറ്റിയാണ്, ഇത് ടൈമാണ്. സോ തീറ്റ ഈസിക്കൽ ടു ഒമേഗ ടി എന്നൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ തീറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ ടി. ഓക്കെ, സോ ഈ കിട്ടുന്നതാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. സോ എക്സ് ബൈ വൈ ഈസിക്കൽ ടു എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ ടി. സോ ഇതാണ് നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ആംഗുലർ വെലോസിറ്റി നമുക്ക് കണ്ടെത്തണം. ആംഗുലർ വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്തുവാ ചെയ്യുന്നത്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ആംഗുലർ വെലോസിറ്റി അല്ല, നമുക്ക് അതിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നു. ഓക്കെ, സോ നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ എഴുതുന്നു. സോ അതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വൈയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1. സോ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 നമ്മൾ എഴുതാം വി എ. ഈ വി എ എന്നെഴുതാൻ കാരണം നമ്മുടെ ഇത് കണ്ടോ, ഇത് റൈസിൻ്റെ സമയത്ത് കണ്ടോ, നമ്മൾ ഈ ഒരു പോർഷനാണ് കണ്ടത്. എക്സ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു പോർഷനാണ് കണ്ടോ, തീറ്റ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വെലോസിറ്റി വി എ ആണ്. അതുകൊണ്ടാണ് വി എ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്തത് ഇത്രയും പോർഷനാണ്, എ ബി ഇ എന്നുള്ള ഒരു പോർഷനാണ് അല്ലേ. റൈസ് സംഭവിച്ചത് നമ്മുടെ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്തതാണ് ഇത്രയും പോർഷൻ, എ ബി ഇ എന്നുള്ള പോർഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾ വി എ എന്ന് പറഞ്ഞാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വി എ നമുക്ക് എങ്ങനെ എഴുതാം, വി എ ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ. കാര്യം ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി വരുന്നുണ്ട്, അപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ബിക്കോസ് നമ്മുടെ ഇപ്പോൾ കണ്ടോ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കറിയാം, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഈ ടി അങ്ങ് മാറിയപ്പോഴത്തേക്കും ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റാണ്. സോ നമ്മുടെ കണ്ടീഷൻ എന്തുവാ, ഫോളോവർ മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമുക്ക് വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടെത്താം. ആക്സിലറേഷൻ കണ്ടെത്തേണ്ട ഫോർമുല എന്തുവാ, ആക്സിലറേഷൻ കണ്ടെത്താൻ വേണ്ടി ഓൾറെഡി നമുക്ക് വെലോസിറ്റി കിട്ടിയതുകൊണ്ട് ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആക്സിലറേഷൻ ഇപ്പോൾ ഞാൻ എഫ് എ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വെലോസിറ്റി എത്രയാണ്, ഈ വെലോസിറ്റി എക്സ് ബൈ തീറ്റ ഇൻറ്റു ഒമേഗ. അതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുന്നു. സോ ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എക്സ് ബൈ തീറ്റ എ ഇൻറ്റു ഒമേഗ. സോ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ടിയുടെ ഒരു ടേമും തന്നെ വന്നിട്ടില്ല. കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ അത് 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വെലോസിറ്റി, ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് സ്ട്രോക്കിലുള്ള വെലോസിറ്റി ആക്സിലറേഷനുമാണ്. മനസ്സിലായല്ലോ? ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോളോവർ മുകളിലോട്ട് റൈസ് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഫോർവേഡ് സ്ട്രോക്കിലുള്ള വെലോസിറ്റിയാണ്. ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോളോവർ റെസ്റ്റിലായിരുന്ന ഫോളോവർ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ആ ഒരു മോഷനെയാണ് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ
AB ആണ് ഫോർവേഡ് സ്ട്രോക്ക്, CD ആണ് റിട്ടേൺ സ്ട്രോക്ക്. സോ ഫോർവേഡ് സ്ട്രോക്കിലുള്ള വെലോസിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഫോർവേഡ് സ്ട്രോക്കിലുള്ള ആക്സിലറേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതേ രീതിയിൽ നമ്മുടെ റിട്ടേൺ സ്ട്രോക്കിലുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്ക് അല്ലെ ഡൗൺ സ്ട്രോക്ക് എന്ന് പറയാം. സോ ഡൗൺ സ്ട്രോക്ക് അല്ലെ റിട്ടേൺ സ്ട്രോക്ക്. സോ ദിസ് ഈസ് എ ഫോർവേഡ് സ്ട്രോക്ക് ആൻഡ് ദിസ് ഈസ് എ ഡൗൺ സ്ട്രോക്ക്. സോ ഡൗൺ സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിൽ, സോ നമ്മുടെ റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ഡൗൺ സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഇതാണ് C തൊട്ട് D വരെ ഉള്ളതാണ് റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ഡൗൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയും ഈ സെയിം വെലോസിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ അവിടുത്തെ ഒരു സെഗ്മെൻ്റ് എടുത്ത് ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സെയിം വാല്യൂ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ നോക്കിക്കാൻ നമ്മൾ ഫോർവേഡ് സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഫോർവേഡ് സ്ട്രോക്കിൽ ഒരു ചെറിയ സെഗ്മെൻറ്റ് Y കൺസിഡർ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ നമ്മൾ കൺസിഡർ ചെയ്യുക ചെയ്തത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ റിട്ടേൺ സ്ട്രോക്കിലെയും ഒരു ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് അവിടെ ഇതുപോലെ തന്നെ Yയും തീറ്റയും വെച്ച് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സെയിം വെലോസിറ്റി തന്നെയാണ് കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദ വെലോസിറ്റി ഡ്യൂറിങ് ദ ഡൗൺ സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് VD വിൽ ബി ഈക്വൽ ടു എക്സ് ബൈ, ഫോർവേഡ് സ്ട്രോക്കിൽ നമുക്ക് ഏതാണ് കിട്ടിയത്, എക്സ് ബൈ തീറ്റയെ ഇൻറ്റു ഒമേഗ ആണെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിലെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബൈ, ഇത് ഫോർവേഡ് സ്ട്രോക്കിലെ തീറ്റയാണ്. സോ റിട്ടേൺ സ്ട്രോക്കിലെ അല്ലെ ഡൗൺ സ്ട്രോക്കിലെ നമ്മൾ തീറ്റ D ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മതി, ഇത് തീറ്റയാണ്, ഇത് തീറ്റ D ആണ്. സോ ഫോർവേഡ് സ്ട്രോക്കിൽ തീറ്റ ആണെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിൽ തീറ്റ D വരുമെന്ന് മാത്രമേ ഉള്ളൂ. സോ എക്സ് ബൈ തീറ്റ D ഇൻറ്റു ഒമേഗ. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ. ആക്സിലറേഷൻ്റെ വാല്യൂ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് 0 ആണ്. കാര്യം ഇവിടെ FA 0 വന്ന പോലെ FD നമുക്ക് 0 തന്നെ കിട്ടത്തുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ്റെ ഫോർമുലാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.